ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഒരു പുതിയ ആളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതാണ്. പുതിയ ആളൊന്നുമല്ല, വളരെ പഴയ ആളാണ്. നമ്മുടെ സുഹൃത്ത് നൗഷാദ് ഭായ്. നമ്മുടെ നാട്ടിലെ നിലമ്പൂരിലാണ്. നിലമ്പൂരിലെ കാളികാവ്. അപ്പൊ നൗഷാദ് ഭായ് നേരത്തെ മെക്കയിലായിരുന്നു. ഇപ്പൊ മെക്കയിൽ നിന്ന് മാറി, 2 മാസം മുമ്പ് മാറിന്ന് കേട്ടു. ഇപ്പൊ നൗഷാദ് ഭായ് ഒന്ന് പറയാമോ ഇപ്പൊ എവിടെയാണെന്ന്? ഇപ്പൊ 2 വർഷമായിട്ട് ദമാമിലുണ്ട്. 2 വർഷമല്ലേ ദമാമില്? അപ്പോ നൗഷാദ് ഭായിനെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. കാരണം ഞങ്ങൾ യൂട്യൂബേഴ്സിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലെ അഡ്മിൻസിന്റെ ഗ്രൂപ്പിലുള്ളതാണ് നൗഷാദ് ഭായ്. നൗഷാദ് ഭായ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യം, ഇംഗ്ലീഷ് പഠിപ്പിക്കണമെങ്കിൽ ഒട്ടും അറിയാത്ത ആൾക്കാരെ പഠിപ്പിക്കണം, അതേപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരെ പഠിപ്പിക്കുന്നതിൽ വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു. അതൊരു വലിയ പോയിന്റ് ആയിട്ട് ഞാൻ എടുക്കുകയും ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ബേസിലാണ് ഈ ഓക്കെ ലത്തീഫിനോട് ഞാൻ ചോദിച്ചു ഇംഗ്ലീഷ് പഠിക്കാൻ റെഡിയാണോ. അങ്ങനെ അദ്ദേഹം ഇംഗ്ലീഷ് പഠിക്കാൻ വന്നിട്ടാണ്. ഇപ്പോ കുറെ വാട്സാപ്പ് ഗ്രൂപ്പുകളായിട്ടുണ്ട്. ഗ്രൂപ്പുകളിൽ എത്ര ആൾക്കാരുണ്ടാവും? ഇപ്പൊ ഒരു 6000-ഓളം ആളുകളുണ്ട്. 6000-ഓളം ആൾക്കാര് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തുടക്കക്കാരന് എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആളാണ് നൗഷാദ് ഭായ്. അപ്പൊ നൗഷാദ് ഭായിക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മോട്ടിവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. നമ്മൾ പരിചയപ്പെട്ട കാലം തൊട്ടിട്ട് മോട്ടിവേഷൻ തുടങ്ങിയാണ്. പക്ഷെ ഈ അടുത്ത കാലത്താണ് നിങ്ങൾ നിറവേറ്റിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഓക്കെ ഒരുപാട് പ്രചോദനമുണ്ട് കുറെ ആളുകൾക്ക്. ആ ചാനൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ ഓക്കെ ഒരു ഭയങ്കര പ്രചോദനമാണ് ഒന്നും അറിയാത്ത ആളുകൾക്ക്. ഞാനൊന്നും അത്ര സ്പീക്ക് ചെയ്യുന്ന ആളല്ല, എങ്കിലും കമ്പനിയിലൊക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, പക്ഷെ ഒന്നും അറിയാത്ത ഓക്കെ അത്യാവശ്യം ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അതുപോലെ പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഭയങ്കര പ്രചോദനമായിട്ടുണ്ട്. അത് ആ ചാനലിന്റെ ഒരു വളർച്ചയിൽ കാണുന്നുണ്ട് ശരിക്കും. അതെ. അപ്പോ ഓക്കേക്ക് എന്താ പറയാനുള്ളത് നൗഷാദ് ഭായിയുടെ നമുക്ക് തന്ന മോട്ടിവേഷനെ കുറിച്ച്? അല്ല, നൗഷാദ് ഭായിയുടെ ഒരു വാക്കില്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് അന്യമായിരിക്കുള്ളൂ. അതെ അതെ. ജോസ്മോൻ ചേട്ടന്റെ അടുത്ത് ഞാൻ ഇതിനു മുമ്പ് ഇംഗ്ലീഷ് പഠിക്കാൻ ചെന്നിട്ടുണ്ട്. പഠിക്കാനായിട്ടല്ല, ജോസ്മോൻ ചേട്ടൻ ഇതിനു മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ഇംഗ്ലീഷിന്റെ വീഡിയോ ചെയ്യാം, കൃഷിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ അറിയാൻ പറ്റും. അപ്പൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്നെ പണ്ട് ഞാൻ പല ഈ റാപ്പിഡെക്സ് ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാനും കുറെ കാശ് കളഞ്ഞതും ഒക്കെയാണ് എന്റെ ഓർമ്മയില്. കുറെ ഗ്രാമറുകള്, അതായത് ഗ്രാമർ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഇസും മാസും മാസും വേറും അതുപോലെ ഹാവും ഹാവിറ്റും ഹാഡും ഒക്കെ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഗ്രാമർ പഠിക്കലും ഒരു പണിയല്ല, ഗ്രാമർ പഠിപ്പിക്കലും ഒരു പണിയല്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഗ്രാമർ പഠിക്കൽ വലിയ പണിയാണ്. ഗ്രാമർ ഒന്നും പഠിക്കൽ വലിയ പണിയല്ല. പക്ഷെ ഗ്രാമർ നമ്മുടെ ഉള്ളിലേക്ക് സെന്റൻസ് ബേസ് ആയിട്ട് കയറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. അതിപ്പോ നമ്മുടെ പ്രതീക്ഷയൊക്കെ ചെയ്യണ പോലെ അത് അരമണിക്കൂർ വോയിസ് നമുക്ക് തന്നിട്ട് അത് സെന്റൻസിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നു, അതൊരു പണിയാണ്. അതായത് സംസാരത്തിലേക്ക് ഈ ഗ്രാമർ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു വലിയൊരു ടാസ്ക്. അത് വലിയ ടാസ്ക്കാണ്. ഏതായാലും നൗഷാദ് ഭായിയുടെ ആ ഒരു മോട്ടിവേഷൻ വലിയ കാര്യമാണ്, അത് ഒരിക്കലും മറക്കാം. അതെ, അതുകൊണ്ട് നമ്മളെ ഈ ചാനലിൽ നൗഷാദ്ജിനെ ഒരിക്കലെങ്കിലും കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട്. നൗഷാദ്ജിക്ക് ഇനി ഇംഗ്ലീഷിൽ വല്ലതും ചോദിക്കാനുണ്ടോ നമ്മളോട്? ഇയാളുടെ പേര് ബ്രോക്കൺ ഇംഗ്ലീഷ് ഉസ്താദ് എന്നാണ്. ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് ഉസ്താദ് ആണെങ്കിൽ നാളെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഉസ്താദായി തീരും. അതാണ് നമ്മുടെ ലക്ഷ്യം. നൗഷാദ്ജി, യു ഹാഡ് എ ഫ്രണ്ട്, what is his name? Anas. Yes. And do you call him and do you speak in English with Anas? Sometimes we are trying. Okay. Of course, I am trying to speak in my office. I am using English in my office. But already okay, I am broken English. I am using also broken English. You try to speak in your office. It will help you to develop good English. Yeah, of course. Because Nowshadji, will you start a spoken English institute from Makkah or Dammam
You with Anas? No, Anas already in Jeddah. He's a very busy man. He can't do. Yeah. When he was in India before I think 10 years, he studied a lot of guys in spoken English. So Noushadji, you have joined in our WhatsApp group, and are you calling other people, and are you talking with other people, and are you practicing? Already I am a silent member there. Before 1 month, I think you added me there, but Yes. not yet I contact anyone. I thought Noushadji. I cannot get time actually because 5 days I am in busy with my job. Noushadji, if you get free time, you have to come to the group, and you have to call other members, and you have to practice English. Okay. Actually, I cannot understand what is the purpose is, what is doing there in group. It's just chatting or call with any case with WhatsApp. Yes, that group is only for chatting in English. By doing English speaking, we can improve our English. ഞാനത് മലയാളത്തിൽ പറയാം. നമ്മുടെ ഗ്രൂപ്പില് ധാരാളം പേര് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെ കിട്ടും. 24 മണിക്കൂറും അതിൻ്റെ അകത്ത് ആളെ കിട്ടും. നമ്മൾ എപ്പോഴെങ്കിലും കുറച്ചു നേരം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് വരിക, എന്നിട്ട് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുക. ഐ ആം ഫ്രീ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ട് കൊടുക്കുക. ഈ അയാൾ ആളുണ്ടാതെ അതുകൊണ്ട് ചോദിച്ചാൽ എന്താണ് സംഭവം മനസ്സിലായില്ല. ഇത്രേ ഉള്ളൂ. നമ്മള് ഈ മീനെ പിടിക്കാൻ ചൂണ്ടയിടുന്നത് പോലെയാണ്. ഐ ആം ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അതിൽ ഇട്ടാൽ അപ്പൊ തന്നെ വേറെ കുറെ മീനുകൾ വന്ന് കുത്തും എന്ന് പറഞ്ഞ പോലെ സംസാരിക്കാനുള്ള ആൾക്കാരെ ഉടനെ നിങ്ങളെ വിളിച്ചോളും. എന്നിട്ട് നിങ്ങൾ അവരുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുക. അങ്ങനെ പല സ്ഥലത്തു നിന്നും, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാരും സംസാരിക്കുക. അങ്ങനെ പലതരം ആൾക്കാരോട് സംസാരിച്ചു വരുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് തീർച്ചയായിട്ടും ഇംപ്രൂവ് ആയിക്കോളും. Yes, of course. Practice must be improve our skill. അങ്ങനെ നമ്മളെ ഇംഗ്ലീഷ് റൈസ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ? അതെ, ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആ ഗ്രൂപ്പ് തുറന്നു നോക്കുമ്പോൾ വേറെ ആൾക്കാരും മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും ഐ ആം ഫ്രീ എന്നുള്ളത്. ആ മെസ്സേജ് ഇട്ട ആൾക്കാരുടെ നമ്പർ തൊട്ട് മേലെ കാണും. നമുക്ക് ആ മെമ്പേഴ്സിനെ അങ്ങോട്ടും വിളിക്കാം. ഇത്രയുള്ള ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ്. I think before 1 month ago, when I was joined the group, second day one guy called from Riyadh. He's in Riyadh. He's joined our group. So we can do something here in Saudi Arabia like this. I chat with I forget his name. Maybe he is watching this video. Oh, then you call him, and you can also start a group. You will get more people from Riyadh, and you can make a small group, and you can practice English with that group. Okay. Because you know here in WhatsApp call is not allowed in Saudi. So that's why Saudi people are. You can talk about voting group. വോട്ടിംഗ് ഗ്രൂപ്പ്. നമുക്കൊരു വോട്ടിംഗ് ഗ്രൂപ്പ് ഉണ്ട് നൗഷാദ്ജി. Okay. ആ വോട്ടിംഗ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യും. ലിങ്ക് അയച്ചു തരാം. Okay, I will try. അതെ, ഗൾഫ് കൺട്രീസ് എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് തുടങ്ങിയതാണ് വോട്ടിംഗ്. ലേഡീസും ഉണ്ട്, കോമണും ഉണ്ട്, രണ്ടും ഉണ്ട്. 2 ഗ്രൂപ്പ് ഉണ്ട്. ഓൺലി ഫോർ ലേഡീസ് ആൻഡ് മിക്സഡ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ വരിക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. So Noushad bhai, I have noticed one thing. You have the ability to speak English. There is no problem with your English. You can speak English, and when you speak with more and more people, your English will become more and more powerful and strong and beautiful. There is no doubt. And in your YouTube channel, you can deliver videos in English. Yeah. When you deliver videos in English, it will be circulated around the world. Noushadji, please change your content. Yeah, of course. Nowadays I'm not doing anything in my channel. Also I'm trying to do something. Yes. Okay. ഏതായാലും നമ്മളെ വലിയൊരു മോട്ടിവേറ്റ് ചെയ്ത് ജോസ്മോൻ ചേട്ടന ഇംഗ്ലീഷ് ഫുൾ ടൈം ഇംഗ്ലീഷ് ഒരു വീഡിയോ ചെയ്തിട്ട് ചാനല് ആ രീതിയിലേക്ക് കൺവെർട്ട് ചെയ്തതിന്റെ പ്രധാന മോട്ടിവേറ്ററായ നൗഷാദ്ജി ആയിട്ടുള്ള ഈ വീഡിയോ നമ്മൾ നൗഷാദ്ജിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ കുറെ കാലം കൊണ്ട് എന്റെ മനസ്സിലെ ആഗ്രഹമാണ് നൗഷാദ് ഭായിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്നെ പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആള്, ആദ്യം ചെയ്ത ആള് നൗഷാദ് ഭായി, രണ്ടാമത് എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആളാണ് ഫസൽ കൊയിലാണ്ടി. അദ്ദേഹവുമായിട്ട് ഇതുപോലൊരു വീഡിയോ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. മിക്കവാറും സാധിച്ചേക്കും. തീർച്ചയായിട്ടും.
പിന്നെ നമ്മുടെ അനിൽജിയൊക്കെ ആയിട്ട് വീഡിയോ കിടക്കണാണ്. അതെ അതെ, അനിൽ വർഗീസ്, അനിൽ വർഗീസ്, സുനീർ, നമ്മളുടെ സുനിൽ വള്ളിക്കുന്ന്, ഇവരൊക്കെ മോട്ടിവേറ്റർമാരാണ് നമ്മളുള്ള. ഒരുപാട് പേരുണ്ട് മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാർ. ഓക്കെ നൗഷാദ് ഭായി, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. സന്തോഷം.